ഇനി ചർച്ച ചെയ്യാൻ പോണ പാർട്ട് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണെന്നോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു കോൺട്രവേഴ്സ്യൽ ആവാനൊക്കെ സാധ്യതയുള്ള പോലത്തെ ആളുകൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു പാർട്ടാണ് ഇനി പറയാൻ പോണത്. ഇതുവരെ പറഞ്ഞത് കുറെയൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പൊ ഇനിയുള്ള പാർട്ടില് നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞു. നമ്മള് ഒരു നോർമലി ഒരു കച്ചവടം ശരിയാണെന്ന് നോർമലി ഒരു കച്ചവടത്തിന് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അതൊക്കെ തന്നെയാണ് ഇനി ഇവിടെയും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ നോർമലി നമുക്ക് ഹറാമായ മേഖലകളിൽ ആൽക്കഹോള് അതിൽ പ്രധാനപ്പെട്ട ഒരു രണ്ടു തരം സ്ക്രീനിങ് പോലെ രൂപത്തിൽ നമുക്ക് പറയാം. അതായത് ഈ കച്ചവടം ശരിയാണോ ശരിയല്ലെന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു മാർഗം. അപ്പൊ ഫസ്റ്റ് ക്വാളിറ്റേറ്റീവ് സ്ക്രീനിങ് എന്ന് പറയാം. ക്വാളിറ്റേറ്റീവ് സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിസിനസ് ഏതൊക്കെ സെക്ടറുകളിലാണ്, നമുക്ക് ഇസ്ലാമിൽ ഹലാലായ സെക്ടറുകളിലാണോ അല്ലേ. ഇവിടെ ആൽക്കഹോൾ ഉണ്ട്, ടുബാക്കോ, അതേപോലെ തന്നെ അങ്ങനത്തെ ഹറാമായ പോണോഗ്രഫി, വെപ്പൺസ്, അങ്ങനെ ഇസ്ലാം അനുവദിക്കാത്ത എല്ലാ സെക്ടറുകളും ആ സെക്ടറുകളിലൊന്നും അല്ലാതിരിക്കണം നമ്മുടെ ഈ ഒരു ബിസിനസ് നടക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിലും നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് അതിന്റെ പോർട്ട്ഫോളിയോ കിട്ടും. ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത്തരം മേഖലകളിൽ എവിടെയെങ്കിലും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അതിൽ പൈസ ഉണ്ടായി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവര് ആ സ്റ്റോക്കിലും നമുക്ക് ഇപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും കമ്പനിയാണ് അതെന്നുണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മ്യൂച്വൽ ഫണ്ടിലും അങ്ങനെ ഒരു കമ്പനി വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നോർമലി അതാണ്. നമ്മുടെ നാട്ടിലൊക്കെ നോർമലി ആളുകൾ ഒരു പൊതുധാരണ അല്ലെങ്കിൽ ഇപ്പോ കുറച്ചൊരു ഇസ്ലാമിക ബോധമുള്ള ആളുകൾ എന്നാൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും വേണം, എന്നാൽ ഇസ്ലാമിക മൂല്യങ്ങളൊന്നും കൈവെടിയുകയും ചെയ്യരുത് എന്നുള്ളത് അവർക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല. അവർ ഈ ഒരു കാര്യം നോക്കും, ക്വാളിറ്റേറ്റീവ് സ്ക്രീനിങ് നോക്കും, ഇത്തരം മേഖലകളിലാണോ ഈ സ്റ്റോക്ക് ഉള്ളത് നോക്കും. എന്നിട്ട് അവർ ആ സ്റ്റോക്ക് വാങ്ങും. എന്നിട്ടത് അവരുടേതായ രീതിയിൽ അവർ നല്ല ഹലാലാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ആ ഒരു സ്ക്രീനിങ് എന്നുള്ളത് വളരെ ഒരു മിനിമൽ ആയിട്ടുള്ള സ്ക്രീനിങ് മാത്രമാണ് ഇവിടെ നടന്നത്. അപ്പോ ഇനി പ്രധാനപ്പെട്ട കുറെ സ്ക്രീനിങ്ങുകൾ അവിടെ നടത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇത് നമ്മൾ സ്റ്റോക്കായിട്ട് മാത്രം അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനത്തെ ഒരു മേഖലയിലേക്ക് മാത്രം കാണേണ്ട കാര്യമല്ല. നമ്മൾ നോർമലി ഇപ്പൊ നമുക്കൊരു കച്ചവടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു കച്ചവടത്തിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ പാർട്ണറായിട്ടുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ ഇതേപോലത്തെ ഒരു സ്ക്രീനിങ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. നോർമലി നമ്മൾ ഇത്തരം സ്റ്റോക്ക് മാർക്കറ്റ് പോലത്തെ വലിയ ഒരു പുതിയ സംരംഭങ്ങൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് പറയുകയും നമ്മൾ നോർമലി നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിലും കൂടിയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി പറയാൻ പോണത്. നമുക്കറിയാം പലിശ, ഞാൻ നേരത്തെ പറഞ്ഞു പലിശ ഉണ്ടാകാൻ പാടില്ല, എറർ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യം. അപ്പൊ എറർ ഇല്ല നമുക്ക് പറയാം. കാരണം നമ്മൾ ചർച്ച ചെയ്ത സമയത്ത് നമുക്കത് കൃത്യമായിട്ട് നമ്മളൊരു സാധനം വാങ്ങുന്ന സമയത്ത് അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് വരുന്നുണ്ട്, എത്രയാണ് ഷെയർ എന്നുള്ളത് വ്യക്തമാണ്, അതിൽ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ നോർമലി ഒരു ബിസിനസ് അപ്പ് ആവുന്ന പോലെ ഡൗൺ ആവുന്ന പോലെ നമ്മുടെ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലും അതിന്റെ വാല്യൂ അപ്പ് ആവും ഡൗൺ ആവും. നോർമലി നമുക്ക് നമ്മുടെ കച്ചവടങ്ങളിലൊക്കെ വരുന്ന പോലെ തന്നെ വരും. അപ്പൊ വേറെ അവിടെ ഇല്ല. പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഇൻട്രസ്റ്റ്, പലിശ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഒരു ഇന്ത്യയിലെ സിസ്റ്റം വെച്ചിട്ട് തീരെ പലിശയായിട്ട് ഇടപെടാതെ ബാങ്കുമായിട്ട് ഇടപെടാതെ ഒന്നും വർക്ക് ചെയ്യാന്നുള്ളത് പോസിബിൾ ആയ ഒരു കാര്യമല്ല. പ്രധാനപ്പെട്ട വലിയ കമ്പനികൾക്കൊന്നും ബാങ്കിലൊന്നെങ്കിൽ അവിടെ പണം ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ അവിടുന്ന് ലോൺ എടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇൻട്രസ്റ്റുമായിട്ട് എങ്ങനെയായാലും ഒരു ഇതുണ്ടാകും, ഒരു ബന്ധം ഇല്ലാതെ വരാൻ സാധ്യതയില്ല. നോർമലി കാരണം എക്കോണമിന്റെ ഒരു പ്രശ്നമാണ്. ഒരു കൊളോണിയൽ സിസ്റ്റം, എക്കണോമിക് സിസ്റ്റമാണ് നമ്മുടെ ഒരു രാജ്യത്തും മൊത്തത്തിൽ വേൾഡിലും പ്രിവെയിൽ ചെയ്ത് നിൽക്കുന്നത്. GCC പോലത്തെ രാജ്യങ്ങളിലൊക്കെ ഇസ്ലാമിക് സിസ്റ്റം വളർന്നു വരുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു പൂർണ്ണാർത്ഥത്തിൽ എത്തിയിട്ടില്ല. കുറച്ചുകൂടിയൊക്കെ മലേഷ്യയിലൊക്കെയാണ് അതിന്റെ ഒരു കൂടുതൽ ഇംപ്ലിമെന്റേഷൻ ഉള്ളത്. GCCയിലും ഇംപ്ലിമെന്റേഷൻ കൃത്യമായിട്ടുണ്ട്. സപ്പോസ് കൺവെൻഷണൽ ബാങ്കും ഒക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് രണ്ട് സിസ്റ്റങ്ങളും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ ആ ഒരു സിസ്റ്റത്തിന്റെ പരിമിതി എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയിലൊന്നും ഇൻട്രസ്റ്റ് ആയിട്ട് ബേസ് ചെയ്യാത്ത അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനികളും നമുക്ക് കാണാൻ പറ്റില്ല. സ്റ്റോക്ക് ഷെയർ മാർക്കറ്റിലാണെങ്കിലും ഇപ്പം മറ്റു കമ്പനികളൊക്കെ ആണെങ്കിലും നോർമലി ഉണ്ടാവില്ല. അപ്പോ ഈ ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭയങ്കര അഭിപ്രായ വ്യത്യാസമുള്ള പഴയകാല പണ്ഡിതന്മാരൊന്നും തീരെ തന്നെ അനുവദിക്കാത്തതാണ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള കമ്പനികളിൽ അവര് ഇപ്പം അവരുടെ ഒരു മേജർ സെക്ടർ ഇപ്പം നല്ല ഒരു ഡ്രസ്സുകൾ കച്ചവടം ചെയ്യുന്ന കമ്പനിയാണ്, അല്ലെങ്കിൽ കുടിവെള്ളം
കച്ചവടം ചെയ്യുന്ന കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ കൂടി അവരുടെ ഒരു ഫൈനാൻസിങ് വരുന്നത് അവരുടെ ഫിനാൻസ് അവരുടെ ഒരു പൈസ അവരുടെ നമുക്ക് ഒരു കമ്പനി ഓടാൻ വേണ്ടിയിട്ടുള്ള പൈസ എന്നുള്ളത് ചിലപ്പോൾ അവര് ഒരു കടം ലോൺ ഇൻട്രസ്റ്റിന് ലോൺ എടുത്തിട്ടാണ് ആ കമ്പനി ഓടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചിലപ്പോൾ ചില ബാങ്കിൽ ഇത്ര ഇൻവെസ്റ്റ്മെന്റ് നമ്മളെ ബാങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ ഇത്രയധികം പൈസ അവിടെ ഇൻവെസ്റ്റഡ് ആണെന്നുള്ള ചിലപ്പോൾ ഡെപ്പോസിറ്റ് ആണെന്നൊക്കെ ചിലയിടത്ത് കാണിക്കേണ്ടി വരും. ചില നിയമം തന്നെ അങ്ങനെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒക്കെ കാരണങ്ങളാൽ ഇൻട്രസ്റ്റ് ആയിട്ട് ബന്ധപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം സ്റ്റോക്ക് മാർക്കറ്റ് അത്തരം സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഒരുപാട് പണ്ഡിതന്മാരൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇപ്പൊ IOF പോലത്തെ IOF എന്ന് പറഞ്ഞാൽ നമ്മളെ ഇത്തരം ശരിയായ സ്റ്റാൻഡേർഡുകളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ബോഡിയാണത്. ബഹ്റൈൻ ആസ്ഥാനമായിട്ടുള്ള. അതേപോലെ തന്നെ അൽബറക്ക എന്ന് പറഞ്ഞ ബാങ്ക്, അൽ റാജി എന്ന് പറഞ്ഞ ബാങ്ക്, ഇത്തരം അവരൊക്കെ എന്നുള്ളത് ഇതിനെ കുറച്ചും കൂടി അപ്പൊ അയോഫി അതേപോലെ ഈ ആളുകളൊക്കെ ഇതിനെ കുറച്ചുകൂടി ഒരു ഇൻക്ലൂസീവായ രീതിയിലാണ് കാണുന്നത്. അതായത് നമുക്കൊരിക്കലും ഇപ്പൊ ഇങ്ങനെ ഈ ഒരു മൊത്തം ഒരു ഇസ്ലാമിക് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഇത്രയും റിജിഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റുകളിലോ ഇത്തരം ഫൈനാൻഷ്യൽ ഏരിയകളിലൊന്നും മുസ്ലിങ്ങൾക്ക് തീരെ തന്നെ ഇടപെടാൻ കഴിയില്ല. അത് മുസ്ലിങ്ങളുടെ എക്കണോമിക് സിസ്റ്റത്തെ തന്നെ നന്നായിട്ട് ബാധിക്കും ചെയ്യും. പിന്നെ പോരാത്തതിന് അത് ആളുകൾ നിലവിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണത്. പലർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങനെ ഇതിലൊന്നും ഇടപെടരുത് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ളതിലേറെ ഇത്തരം ഈ ഒരു ഫൈനാൻഷ്യൽ ഇന്ററാക്ഷൻസ് നമ്മൾ വിട്ടു നിന്ന് കഴിഞ്ഞാൽ അത് മുസ്ലിംസിനെ തന്നെ മൊത്തത്തിൽ മോശമായിട്ട് ബാധിക്കും എന്നുള്ളതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഇസ്ലാമിന്റെ ഒരു ലാളിത്യമോ അങ്ങനെയൊക്കെ പറയാം. നമ്മൾ അതിന്റെ ഓരോ കാലഘട്ടത്തിനും സമയത്തിനും അനുസരിച്ച് പെരുമാറേണ്ട ഒരു ആവശ്യകതയൊക്കെ പരിഗണിച്ചിട്ടാണ് ഇവര് അയോഫി അടക്കമുള്ള അയോഫി എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു 4 ആൾ കൂടിയിട്ടുള്ള ഒരു ഇതല്ല. നമ്മൾ പഠിക്കുന്ന ആളുകളാണ്, നമുക്കത് അറിയാം. കുറെ എല്ലാ രാജ്യത്തു നിന്നും ആളുകൾ പങ്കെടുത്ത് ആനുവലായിട്ട് ചർച്ച ചെയ്ത് കൊണ്ടുപോണ ഒരു ശരിയായ സ്റ്റാൻഡേർഡുകളൊക്കെ സെറ്റ് ചെയ്യണ ഓഡിറ്റിങ്ങിന്റെയും അക്കൗണ്ടിങ്ങിന്റെയും ഒക്കെ ബോഡിയാണ്. ആ ബോഡി അടക്കമുള്ള ആൾക്കാരാണ് ഇതിൽ തീരുമാനങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അവർ പറഞ്ഞിട്ടുള്ളത് ഞാനിവിടെ ചില റേഷ്യോകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം 2 സ്ക്രീനിങ് കൊടുത്തു. ഒന്ന് ക്വാളിറ്റേറ്റീവ് സ്ക്രീനിങ് പറഞ്ഞു കഴിഞ്ഞു. 2 ഫിനാൻഷ്യൽ റേഷ്യോ സ്ക്രീനിങ്. ഈ ഫിനാൻഷ്യൽ റേഷ്യോ സ്ക്രീനിങ്ങിൽ വരുന്നത് ഒരു റവന്യൂ റേഷ്യോ ഉണ്ട്, ഇൻട്രസ്റ്റ് റേഷ്യോ ഉണ്ട്, ഡെപ്റ്റ് റേഷ്യോ ഉണ്ട്, ഇല്ലിക്വിഡ് അസറ്റ്സ് റേഷ്യോ ഉണ്ട്. ഈ റവന്യൂ റേഷ്യോ എന്ന് പറയുന്നത് ഇൻപെർമിസിബിൾ ആയിട്ടുള്ള റവന്യൂ, ടോട്ടൽ റവന്യൂ. അത് ഇപ്പോ ഒരു ഉദാഹരണത്തിന് ഒരു കമ്പനി, ആ കമ്പനിയുടെ കുറച്ച് കാശ് അവര് നിർബന്ധമായിട്ട് അവർക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി, ഇപ്പം ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനൊരു ഇൻട്രസ്റ്റ് കിട്ടും. ആ കിട്ടുന്ന ഇൻട്രസ്റ്റ് അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും അതേപോലത്തെ ഇൻപെർമിസിബിൾ റവന്യൂ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ റവന്യൂ ബൈ ടോട്ടൽ റവന്യൂ നോക്കും. ആ ടോട്ടൽ റവന്യൂ മൊത്തം റവന്യൂവിന്റെ 5% കൂടുതൽ ഇംപെർമിസിബിൾ ആയിട്ടുള്ള, പെർമിസിബിൾ അല്ലാത്ത, ഹലാലല്ലാത്ത റവന്യൂകൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ആ കമ്പനി ശരിയായ കംപ്ലൈന്റ് അല്ല എന്ന് പറയും. ഒരു സ്റ്റോക്കോ അല്ലെങ്കിൽ ഏതൊരു വിഷയത്തിലോ ശരിയായ നിയമങ്ങൾ പാലിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ശരിയായ കംപ്ലൈന്റ് ആണെന്ന് പറയും. ഇല്ലാന്നുണ്ടെങ്കിൽ ശരിയായ കംപ്ലൈന്റ് അല്ല എന്ന് പറയും. അപ്പം ഇതേപോലെ ഇംപെർമിസിബിൾ ആയിട്ടുള്ള ഹലാലല്ലാത്ത റവന്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് 5% വരെയൊക്കെയാണ്. 5% മാക്സിമം ആണ്. അതിൽ ഇതോരോ ഇപ്പൊ സ്ക്രീനിങ് ബോഡികൾക്ക് അനുസരിച്ച് മാറ്റം ഉണ്ടാവും. ഇന്ത്യയിൽ പ്രധാനമായിട്ടുള്ള ബോഡികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ടാസിസ് തക്വ അഡ്വൈസറി ബോർഡ് എന്ന് പറയും. അതേപോലെ തന്നെ ഷെരിയ ക്യാപ്പ് എന്ന് പറഞ്ഞ ഡോക്ടർ ഷാരിഖ് നിസാറിന്റെ ഒക്കെ ഒരു അഡ്വൈസറി ബോർഡ് ഉണ്ട്. അതേപോലെ തന്നെ ലോകാടിസ്ഥാനത്തിൽ തന്നെ വർക്ക് ചെയ്യുന്ന അമാന എന്ന് പറഞ്ഞ ഒരു ബോർഡ് ഉണ്ട്. പിന്നെ കുറെ ആപ്പുകൾ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റും. ഇസ്ലാമിക്ലി, മുസഫ, അതുപോലെ തന്നെ ഇസ്ലാമിക് സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിലൊക്കെ ഉള്ള ചിലപ്പോൾ അതിലൊക്കെ ഉള്ള റേഷ്യോയിൽ ഈ 5% ചിലപ്പോൾ 3% ഉണ്ടാവും, 4% ഉണ്ടാവും.
ഒരു മാക്സിമം ഒക്കെ ആയിട്ട് പിടിക്കണതാണ് 5%. ചില സ്ക്രീനിങ്ങിന്റെ ആളുകൾ അത് 10% വരെ ഏഹ് പറ്റുന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ബേസ് എന്താണെന്ന് ആളുകൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് ഒരു ബേസ് ഒന്നും നമുക്ക് ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഇനി കുറച്ച് കഴിയാൻ നിങ്ങൾ അത് 25 ആക്കോ 30 ആക്കോ 50 ആക്കോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനൊന്നും ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് നമ്മളൊരു നെസസിറ്റി എന്നുള്ള നിലക്ക് ഈ ഒരു ഫൈനാൻഷ്യൽ എൻഗേജ്മെന്റ് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇപ്പം നമുക്ക് സിമ്പിളായിട്ട് ചോദിക്കാം, ഇങ്ങനെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇപ്പം ഒരു മുസ്ലിമിന് ജീവിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇല്ല എന്ന് പറഞ്ഞാലും നമ്മൾ ഒരു ആസ് എ ഹോൾ നമ്മൾ മൊത്തം മുസ്ലിം കമ്മ്യൂണിറ്റി എടുക്കുമ്പോൾ മൊത്തത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു എക്കോണമികൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇത്തരം ഇതിലൊന്നും എൻഗേജ്മെന്റ് ചെയ്യാതിരുന്നാൽ അത് മൊത്തത്തിൽ മുസ്ലിം ഇൻഡസ്ട്രിയിലെ മൊത്തം മുസ്ലിം കമ്മ്യൂണിറ്റിയെ അത് ബാധിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പൊ അത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ, കുറെ കൺസേണുകൾ ഉൾപ്പെടുത്തി അതിന്റെ ഒരു മക്കാസിതൊക്കെ പരിഗണിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള റേഷ്യോകൾ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഇതിൽ പങ്കെടുക്കാൻ ഒരു മിനിമം ലെവലിലെങ്കിലും ഇതിൽ നമ്മൾ ഇൻവോൾവ് ആവണം, നമ്മൾ ഇത്തരം ഇന്ററാക്ഷനിൽ പങ്കെടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം ഒരു 5% എന്നുള്ള രീതിയിൽ ഒരു 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 ഇത് വെച്ച് ഒരു ത്രഷോൾഡ് എന്നോ ടോളറൻസ് ലെവൽ എന്നൊക്കെ ആണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക്, ഇങ്ങനെ ഒരു ത്രഷോൾഡ് വെച്ചത്. ഇനി ഇൻട്രസ്റ്റ് റേഷ്യോ ഡെപ്ത് റേഷ്യോ എന്ന് പറഞ്ഞാൽ, ഇൻട്രസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ നമ്മുടെ ഒരു കമ്പനി, ആ കമ്പനി അതിന്റെ ഒരു കുറച്ച് പൈസ ബാങ്കിലോ അല്ലെങ്കിൽ ഇതേപോലെ ഇൻട്രസ്റ്റ് കിട്ടുന്ന എന്തെങ്കിലും അസറ്റുകളിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇട്ടുന്ന ആ മൊത്തം പൈസ നമ്മൾ നേരത്തെ മേലെ പറഞ്ഞ എന്താ, അങ്ങനെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ആ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ നേരെ പറഞ്ഞ ഇൻവെസ്റ്റബിൾ റവന്യൂ എന്ന് പറഞ്ഞത്. എന്നാൽ ഇവിടെ പറയുന്നത് നമ്മൾ അങ്ങനെ ഇട്ടിട്ടുള്ള മൊത്തത്തിലുള്ള പൈസ, ആ മൊത്തത്തിലുള്ള പൈസ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള അത്ര ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് ലഭിക്കണ അത്തരം കാര്യങ്ങൾ, അത് മൊത്തത്തിലുള്ള ഇത് ഈ അടിയിൽ ട്രെയിലിംഗ് 36 month ആവറേജ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കാണും. അത് പലതരത്തിൽ നമുക്ക് എടുക്കാം. ചില സ്ക്രീനിങ്ങിന്റെ ആൾക്കാർ ഒരു 3 കൊല്ലത്തിലുള്ള അതിന്റെ ഒരു മൊത്തം വളർച്ച, ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അതിന്റെ ഒരു ഫേസ് വാല്യൂ എന്നൊക്കെ പറയും. ഫേസ് വാല്യൂ അല്ല, ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ ഉദാഹരണത്തിന് 300 മൊത്തത്തിൽ അവരുടെ ഷെയറുകൾ അവൈലബിൾ ആയിട്ടുള്ള ഷെയറുകൾ എന്നുള്ളത് ഇപ്പോ 100 ഷെയറുകളാണ് മൊത്തത്തിൽ അവർ കൊടുത്തെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ മൊത്തത്തിലുള്ള ഷെയറുകളുടെ എണ്ണം ഇൻറ്റു ഫേസ് വാല്യൂ 100 × 300 എന്ന് പറഞ്ഞാൽ ഏകദേശം 30,000 വരും. 30,000 ആണ് അവരുടെ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഈ 30,000 എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു എന്താണ്, അവരുടെ ഒരു കമ്പനിയുടെ ഇപ്പൊ നിലവിലുള്ള ഒരു വളർച്ച അതിനെ കാണിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അവരുടെ ഒരു ടോട്ടൽ അസറ്റ് അല്ലെങ്കിൽ ടോട്ടൽ അവരുടെ ഒരു റവന്യൂ നോക്കുമ്പോൾ ചിലപ്പം അത്ര ഒന്നും കമ്പനിയുടെ അടുത്ത് പൈസ ഉണ്ടാവില്ല. ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇപ്പം ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ആ കമ്പനിയുടെ വളർച്ച എത്രത്തോളം ഉണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വാല്യൂ ആണ്. അപ്പൊ ഇവിടെ പല സ്ക്രീനിങ് ബോർഡുകളും ഈ അടിയിലുള്ള നമ്മൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്ന് പറയല്ലോ, അടിയിലുള്ള ഡിനോമിനേറ്റർ എന്ന് പറയാം. അതെന്തായാലും ഈ അടിയിൽ നമ്മൾ ഏതിനെ വെച്ചിട്ടാണോ ഡിവൈഡ് ചെയ്യുന്നത്, ആ ഡിവൈഡ് ചെയ്യണമെന്നുള്ളടത്ത് ടോട്ടൽ റവന്യൂ, ചിലവർ ടോട്ടൽ റവന്യൂ എടുക്കും, ചിലർ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എടുക്കും. അത് ഓരോന്നും എടുക്കുമ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും മൊത്തത്തിൽ അതിന്റെ ഒരു ബിസിനസ് നിലക്കാതെ ഏകദേശം ഒരേപോലെ തന്നെയാണ് ബാധിക്കുക. അത് നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് എന്തെങ്കിലും പറയാം. അതിനെ കുറിച്ച് ഇപ്പൊ ഈ പറഞ്ഞാൽ ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ടോട്ടൽ റവന്യൂ എന്നൊക്കെ പറഞ്ഞാലൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത്. പിന്നെ ഇനി ഇൻട്രസ്റ്റ് ബിയറിംഗ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടുന്നിടത്ത് നമ്മൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടുന്ന എവിടെയെങ്കിലും നമ്മൾ അങ്ങനെ നമ്മുടെ പൈസ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന ആ റവന്യൂ മൊത്തം നമ്മുടെ പൈസയുടെ 30% താഴെ ആയിരിക്കണം. 30% മേലെ പോയാൽ ആ ബിസിനസ് ഹലാലല്ല. അതേപോലെ തന്നെ ഡെറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഏതെങ്കിലും പലിശക്ക് പണം കിട്ടുന്നിടത്തു നിന്ന് നമ്മൾ കടമെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കടമെടുത്ത മൊത്തം പലിശയും ടോട്ടൽ റവന്യൂ നോക്കുമ്പോൾ അത് 30% കൂടുതലായാൽ അതും പറ്റില്ല. ലാസ്റ്റ് വരുന്നത് ഇല്ലിക്വിഡ് അസറ്റ്സ് ടു ടോട്ടൽ അസറ്റ്സ്. ഇല്ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ്സ് ടോട്ടൽ അസറ്റിന് മിനിമം 30% കൂടുതൽ വേണമെന്ന് പറഞ്ഞത്. നിങ്ങൾ ആ ചിഹ്നം നോക്കിയാൽ മനസ്സിലാവും. ഇതുവരെയുള്ള ലെസ് ദാൻ ആണ്, ഇത് എന്താണ് ഗ്രേറ്റർ ദാൻ ആണ്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ വെച്ചാൽ നമുക്കറിയാം, നമ്മൾ നോർമലി ഈ ഒരു കമ്പനി ആകുമ്പോൾ ആ കമ്പനീന്റെ മൊത്തം ആസ്തിയിൽ ക്യാഷ് ഉണ്ടാകും. അതേപോലെ തന്നെ പേയ്മെന്റ് റിസീവബിൾസിലായുള്ള പേയ്മെന്റ് ഉണ്ട്. നമുക്ക് ചില കടകൾ കിട്ടാനുള്ളതോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ ക്യാഷ് ഇതൊക്കെ ഇങ്ങനത്തെ പോലെ കിട്ടാനുള്ള കട, ഇതൊക്കെ എന്താണ്, റിബവിയായ സംഗതിയാണല്ലോ.
പലിശ വരുന്ന കാര്യമാണ്. നമ്മൾക്കറിയാം ഇപ്പൊ ഷാഫി ഫിക്കിലൊക്കെ റിബവിയായ സാധനങ്ങൾ കൊടുക്കുമ്പോൾ റൊക്കായിരിക്കണം കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ കൊടുക്കണം. ഇപ്പോ നമ്മൾ 1000 രൂപ അങ്ങോട്ട് കൊടുത്തു, 1000 രൂപ അങ്ങോട്ട് കൊടുത്തു, എന്നാ പ്രശ്നമില്ല. 1500 1000 കൊടുത്തിട്ട് 1500 അങ്ങനോ അത്ര. അതുപോലെ തന്നെ നമ്മള് സ്വർണത്തിന്റെ കാര്യം അങ്ങനത്തെ റിബവിയായ എന്ത് കാര്യമാണെങ്കിലും അത് കൊടുക്കുന്ന സമയത്ത് ഏറാനും കുറയാനൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ ഒരു കമ്പനി ആകുമ്പം ആ കമ്പനിയിൽ എന്തുണ്ടാകും, കാശ് ഉണ്ടാകും. ക്യാഷ് അല്ലാത്ത ഇല്ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് അസറ്റ്സ് എന്ന് പറയാം, അല്ലാത്തത് ഇല്ലിക്വിഡ് അസറ്റ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ മെഷീനറീസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഈ ഒരു ക്യാഷ് ഉണ്ടാവുന്നതോട് കൂടി തന്നെ നമ്മൾ ഇപ്പൊ സ്റ്റോക്ക് വിൽക്കുന്ന സമയത്ത്, സ്റ്റോക്ക് വാങ്ങുന്ന സമയത്തൊക്കെ അവിടെ നമ്മൾ ക്യാഷും കൂടി അതിൽ ഉൾപ്പെട്ടല്ലോ. അപ്പം ആ ഒരു അവിടെ നമ്മൾ ആദ്യം നമ്മൾ സ്റ്റോക്ക് 1000 വാങ്ങുന്നു, പിന്നെ സ്റ്റോക്ക് വിൽക്കണം, പിന്നെ അടുത്ത സ്റ്റോക്ക് വില കൂടി 1500 വിൽക്കുന്ന സമയത്ത് നമ്മൾ ക്യാഷിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള സമയത്ത് അവിടെ പലിശ വരില്ലേ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഈ ഇല്ലിക്വിഡ് അസറ്റ്സ് ടോട്ടൽ അസറ്റ്സ് റേഷ്യോ വരുന്നത്. കാരണം ഇപ്പൊ ഷാഫി ഫിക്കിലൊക്കെ അങ്ങനെ ഒരിക്കലും അത്തരം ഇടപാടുകളിൽ എന്തായാലും പലിശ വരും എന്നുള്ള കാഴ്ചപ്പാടാണ്. അങ്ങനെ ക്യാഷ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറഞ്ഞും കൂടിയൊക്കെ വിറ്റാല്. എന്നാൽ അനഫി മദ്ഹബില് അതുപോലെ തന്നെ എംബലി മദ്ഹബിലൊക്കെ കൂടുതൽ ഇല്ലിക്വിഡ് അസറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ ക്യാഷ് അല്ലാത്ത അസറ്റ്സ് കൂടുതൽ, സിഗ്നിഫിക്കന്റ് എമൗണ്ട് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ അതിന്റെ ഒരു നിശ്ചിത കാൽക്കുലേഷൻ ഉണ്ട്. വേണമെങ്കിൽ ഞാൻ പറയാം, ലാസ്റ്റ് പറയാം. അതിന്റെ നേരിട്ട് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതിന്റെ ഒരു ഫേസ് വാല്യൂവിൽ അത് കൃത്യമായിട്ട് ബാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലിക്വിഡ് അസറ്റ്സ് എന്നുള്ളത് ഒരു പ്രൊമിനന്റ് ആയിട്ട് ഒരു ഷെയറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല എന്നുള്ളതാണ് ഹനഫി മദ്ഹബിലെ അഭിപ്രായം. അതേപോലെ തന്നെ ഹംബലി മദ്ഹബിലെ അഭിപ്രായം. എന്നാൽ ഷാഫി മദ്ഹബിലെ തന്നെ ആധുനിക പണ്ഡിതരൊക്കെ അതിനെ പറഞ്ഞത് നമുക്കറിയാം, ഒരു പ്രധാനപ്പെട്ട ഒരു കായികയുണ്ട്. ഇങ്ങനെയായിരുന്നത്, യുത്തഫറു ഫിത്തവാബി മാല യുത്തഫറു ഫിൽ അസ്ലിന്നോ അങ്ങനെ, അതായത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതായത് ഒരു താബിയായിട്ട് വരുന്നതിലുള്ള ചില കാര്യങ്ങൾ നേരത്തെ അതിന്റെ അസ്ലിൽ നമ്മൾ പൊറുക്കപ്പെടാത്ത ചില കാര്യങ്ങൾ താബിയായിൽ വരുന്നതിൽ പൊറുക്കപ്പെടും. അപ്പൊ ഈ ഇവിടെ ശരിക്ക് ഒരു കച്ചവടത്തിൽ വരുന്ന ഒരു താബിയ കാര്യമാണ് അതിന് കുറച്ച് കാശ് ഉണ്ടാകുക. അങ്ങനത്തെ ശരിക്കും ഒരു കമ്പനി വർക്ക് ചെയ്യുന്നത് ആ ക്യാഷ് മേലായിരിക്കൂലല്ലോ നോർമലി ഒരു കമ്പനി വർക്ക് ചെയ്യുക. അപ്പം ആ ഒരു കമ്പനി നോർമലി വർക്ക് ചെയ്യേണ്ടത് ഇല്ലിക്വിഡ് അസറ്റ്സ് മേലാണെന്നുകൊണ്ട് തന്നെ ആ ഒരു ക്യാഷിൽ വന്നുള്ളത് പരിഗണിക്കൂല എന്നുള്ള അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരും ഉണ്ട്. എന്തായാലും അത്തരം ഒരു പ്രശ്നം വരുന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇല്ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ്സ്, ക്യാഷ് അല്ലാത്ത മറ്റ് അസറ്റ്സുകൾ 30% കൂടുതൽ വേണം എന്നുള്ള ഒരു റേഷ്യോ കൂടി വരുന്നത്. ഇതൊക്കെ ഞാൻ ഇവിടെ കാണിച്ചതൊക്കെ അയോഫി അംഗീകരിച്ച റേഷ്യോകളാണ്. അയോഫി എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോർഡ്. ഇനി ഇതേപോലെ തന്നെ മറ്റ് ഇപ്പൊ ടാക്സസ് ആണെങ്കിലും, ടാക്സസ് പറഞ്ഞാൽ തെക്കുവ നമ്മുടെ ഇന്ത്യയിലുള്ള ടാക്ടിക്കൽ ഫണ്ട് പോലത്തെ ഫണ്ടുകൾ സ്ക്രീനിങ് ചെയ്യുന്ന ബോഡി. അതുപോലെ തന്നെ വേറെ കുറെ ബോഡി, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ശരിയാ ക്യാപ്പ് എന്ന് പറഞ്ഞ ഇന്ത്യയിലുള്ള ബോഡികളുണ്ട്. പിന്നെ ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്യുന്ന കുറെ രാജ്യങ്ങൾ വർക്ക് ചെയ്യുന്ന ഇസ്ലാമിക്കലി, മുസഫ, ഇവരൊക്കെ ചിലപ്പോൾ ചെറിയ 30 എന്നുള്ള ചിലപ്പോൾ 33% എന്ന് പറയുന്നുണ്ടാവും. അങ്ങനെ എന്തായാലും ഏകദേശം ഈ ഒരു ആവറേജ് ലെവലിലാണ് ഈ ഒരു ഫിനാൻഷ്യൽ റേഷ്യോ സ്ക്രീനിങ്ങുകൾ വരിക. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇങ്ങനെ ഒരു റേഷ്യോ ഒക്കെ നോക്കിയിട്ട് നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഉറപ്പായിട്ട് നമ്മളപ്പോൾ അതിൽ ശരിക്കും ഒരു ഇൻട്രസ്റ്റിന്റെ ഭാഗമാവുന്നുണ്ട്. അങ്ങനെ ഇൻട്രസ്റ്റിന്റെ ഭാഗമാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അത് കൃത്യമായിട്ട് നേരിട്ട് അതിന് എത്രയാണോ പ്രോഫിറ്റ് കിട്ടുന്നത് നേരിട്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല. എന്തായാലും അത് പ്യൂരിഫൈ ചെയ്യണം. അപ്പം ഈ പ്യൂരിഫൈ ചെയ്യണം എന്നൊക്കെ പറയുന്ന സമയത്തുള്ള ആൾക്കാർ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ബിസിനസ്സിലും എത്ര മോശം ബിസിനസ്സിലും ഇടപെട്ടൂടെ, പ്യൂരിഫൈ ചെയ്താൽ പോരെ എത്ര വെച്ചാൽ എന്നുള്ള നിലക്ക്. അങ്ങനെയല്ല, നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം ഇന്ററാക്ഷനുകളിൽ ഇടപെടാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം, അതിനെയൊക്കെ നമ്മൾ നോക്കിക്കൊണ്ട് ഒരു മിനിമം ലെവലിൽ എത്രത്തോളം പെർമിസിബിൾ ആക്കാം എന്നുള്ള നിലക്ക് ഒരു ടോളറൻസ് ലെവൽ വെച്ചു. ഇത് മാക്സിമം ഞാൻ പറഞ്ഞ പോലെ 2, 3, 4, 5 എന്നുള്ള രീതിയിലൊക്കെ പറയുന്നവരുണ്ട്. ഇപ്പുറത്ത് അതേപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് റേഷ്യോ 30 എന്നുള്ള 33 വരെ, ഡെപ്റ്റ് എന്നുള്ള ചിലർ 25 എടുക്കാറുള്ളൂ.
ഈ റേഷ്യോകളൊക്കെ 25:30, 33 വരെ മാക്സിമം 3-1 എന്നുള്ള നിലക്കാണ് പരിഗണിക്കാറ്. ഇങ്ങനെയൊക്കെ പരിഗണിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ആ ഒരു നമുക്ക് വരുന്ന ഒരു പ്രോഫിറ്റ് അതിലൊക്കെ പ്യൂരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ടാവും. പ്യൂരിഫിക്കേഷൻ ചെയ്യാന്നുള്ളത് അതിന് കൃത്യമായിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒരിക്കൽ പറയാം. കാരണം അതുകൂടി ഇപ്പൊ പറഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങൾ ഏറെ പറയേണ്ടി വരും. പിന്നെ പ്യൂരിഫിക്കേഷൻ ചെയ്യാനൊക്കെ ഇപ്പോ ഈ ടാസിസിന് അവരുടേതായ ഒരു കാൽക്കുലേറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ മുസഫ എന്ന് പറഞ്ഞ വിങ്ങിന് ഇതിന് പ്ലാറ്റ്ഫോമിന് അവർക്ക് കാൽക്കുലേറ്റർ ഉണ്ട്. അതൊന്നും ഈ നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ഒരു ഭയങ്കര പ്രശ്നമുള്ള കാര്യമല്ല. അവരെങ്ങനെയാണ് പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നത്, അതിന്റെ മെത്തേഡുകൾ എങ്ങനെയൊക്കെ എന്നുള്ളതൊക്കെ നമുക്ക് ഓരോ സ്ക്രീനിങ് ബോഡിയും എങ്ങനെയൊക്കെയാണ് പ്യൂരിഫിക്കേഷൻ ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞുതരും. അങ്ങനെയൊക്കെ ചെയ്യും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ചില എത്തിക്കൽ ഫണ്ടുകൾ പറയാം. അത് ഞാൻ ഇപ്പൊ ഇവിടെ നമ്മുടെ PPT-യിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് വരുന്നത് ഒന്ന് ടാറ്റ എത്തിക്കൽ ഫണ്ടാണ്. ടാറ്റ എത്തിക്കൽ ഫണ്ട് സ്ക്രീനിങ് ചെയ്യുന്നത് ടാസിസ് എന്ന് പറഞ്ഞ തെക്കുവ അഡ്വൈസറി ബോർഡാണ്. പിന്നെ വരുന്നത് ടോറസ് എത്തിക്കൽ ഫണ്ട്, അതേപോലെ തന്നെ ക്വാണ്ടം എത്തിക്കൽ ഫണ്ട്. ഈ മൂന്ന് ഫണ്ടുകളും ഈ അവസാനം പറഞ്ഞ 2 ഫണ്ടുകളും സ്ക്രീനിങ് ചെയ്യുന്നത് ശരിയ ക്യാപ്പ് എന്നുള്ള ഡോക്ടർ ഷാരിഖ് നിസാർ ആദ്യം തെക്കുവ അഡ്വൈസറി ബോർഡിൽ ഉണ്ടായിരുന്ന ആളാണ്. അവരൊക്കെ ഇത് ചെയ്യണ സ്ക്രീനിങ് ചെയ്യണ ബോഡിയാണ്. ഇപ്പൊ ടോറസ് എത്തിക്കൽ ഫണ്ടിന് മുമ്പൊക്കെ നമുക്കൊരു ആക്ഷേപം ഉണ്ടായിരുന്നു, അവര് കൃത്യമായിട്ട് സ്ക്രീനിങ് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് സ്ക്രീനിങ് സർട്ടിഫിക്കറ്റ്. ഇപ്പൊ അവര് അത് കൃത്യമായിട്ട് ഒന്നുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ടുണ്ട്. കൃത്യമായിട്ട് ഒരു 6 മാസം കൂടുമ്പോൾ അതിന്റെ സർട്ടിഫിക്കറ്റ് അവർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ക്വാണ്ടം എത്തിക്കൽ ഫണ്ടിന്റെയും സർട്ടിഫിക്കറ്റ് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, പക്ഷെ അതും ശരിയാക്കിയപ്പോ തന്നെ സ്ക്രീനിങ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അവർ പറയുന്നുണ്ട്. മറ്റേത് ടോറസ് എത്തിക്കൽ ഫണ്ട് ആരാണ് സ്ക്രീൻ ചെയ്തെന്നുള്ളതൊന്നും കൃത്യമായിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇനി കാണുന്ന നമ്മൾ നോർമലി ഒരു ശരിയായ കമ്പനി എത്തിക്കൽ ഫണ്ട്സ് എന്നുള്ള ഇപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെയാൽ ഒരു സംഗതി കൂടി കാണും, ഒരു എത്തിക്കൽ ഫണ്ട് കൂടി കാണും. നിപ്പോൺ ഇന്ത്യ ശരിയ ETF എന്ന് പറഞ്ഞത്. ETF എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്നാണ്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, നമ്മള് നിഫ്റ്റി സെൻസെക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയിലുള്ള പ്രധാനമായിട്ട് 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. അതിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒരു ഇൻഡെക്സ് ആണ്, ഒരു ബെഞ്ച് മാർക്ക് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് നിഫ്റ്റി എന്നുള്ളത്. അതുപോലെ തന്നെ BSE-ന്റെ ഒരു ഇൻഡെക്സ് ആണ് സെൻസെക്സ് എന്നുള്ളത്. പ്രധാനമായിട്ടും അത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പോ അവരുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു 50 കമ്പനികളെ ലിസ്റ്റ് ചെയ്യും. ആ കമ്പനികളുടെ ഒരു വളർച്ചക്കനുസരിച്ചാണ് ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് വളർച്ച എന്ന് പറയാം. അവര് ഒരു ഏറ്റവും നന്നായിട്ട് ബൂം ചെയ്ത് നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ഷെയറുകളുള്ള കുറച്ച് കമ്പനികളെ, ഒരു 50 കമ്പനികളെ അവർ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 50 കമ്പനികളുടെ വളർച്ചക്കനുസരിച്ചാണ് ആ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വളരുന്നതെന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ഏതെങ്കിലും സ്റ്റോക്കുകൾ വാങ്ങുന്ന ആൾക്കാർക്ക് അതിനെ തട്ടിച്ചു നോക്കിയിട്ട് അതിന്റെ വളർച്ചക്കനുസരിച്ച് ഇന്ത്യയുടെ വളർച്ച, ഇപ്പൊ ഉദാഹരണത്തിന് അതിനൊരു നിഫ്റ്റിന്റെ ഇൻഡെക്സിൽ ഒരു 50 സ്റ്റോക്സിന് 10% വളർച്ച ഉണ്ടായത്. എനിക്ക് ഇപ്രാവശ്യം 12% വളർച്ച ഉണ്ടായി. അപ്പൊ ഞാൻ നന്നായിട്ട് ഇന്ത്യ ഷെയറുകൾ നന്നായിട്ട് പെർഫോം ഉണ്ടെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഇന്ത്യത് 8% ഉള്ളൂ, അപ്പൊ ഇന്ത്യത് അണ്ടർ പെർഫോമിംഗ് ആണെന്ന് മനസ്സിലാക്കാം. അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇൻഡെക്സിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ഇൻഡെക്സുകൾ ഇപ്പോൾ നിഫ്റ്റിന്റെ ഒരു 50 ഇൻഡെക്സ്, 50 ആ ഒരു നിഫ്റ്റി 50 എന്നുള്ള ഇൻഡെക്സിൽ ഒരു 50 സ്റ്റോക്സുകളാണുള്ളതെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ആ ഒരു നിഫ്റ്റി ഇൻഡെക്സിന്റെ ഒരു വളർച്ചയിൽ നമുക്ക് ശരിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ആ ഒരു വളർച്ച നമുക്ക് കിട്ടും. ഉദാഹരണത്തിന് ഒരു മാസത്തിൽ 10% വളർച്ച ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ 10% വളർച്ച ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 50 സ്റ്റോക്സിലും ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷെ അത് ചിലപ്പോൾ നമ്മൾ നോർമലി നമുക്ക് പറ്റുന്ന കാര്യമായിരിക്കില്ല, നമുക്ക് അതിനുള്ള പൈസ ഉണ്ടായിരിക്കില്ല, മറ്റു കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പറ്റൂല. എന്നാൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എക്സ്ചേഞ്ച് ട്രേഡർ ഫണ്ട്. എക്സ്ചേഞ്ച് ട്രേഡർ ഫണ്ടുകാർ എന്ത് ചെയ്യും? അപ്പൊ അവര് ഈ ഒരു ETF, ഈ ഒരു നിഫ്റ്റി 50-ലുള്ള 50 ശരിക്കും, കാരണം മ്യൂച്വൽ ഫണ്ടിൽ എല്ലാവരും കൂടി കുറെ ആളുകൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് പൈസ കൊടുക്കുന്നതിനൂടി അവിടെ വലിയ പൈസയാണ്, കോടികളാണ് അവരുടെ അടുത്ത്, ആ ഒരു മ്യൂച്വൽ ഫണ്ട് നടത്തുന്ന ആൾക്കാരുടെ അടുത്ത് ഉണ്ടാവുക. അപ്പൊ അവർക്കത് സിമ്പിൾ ആയിട്ട് നിഫ്റ്റി 50-ലുള്ള 50 സ്റ്റോക്സിലേക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു 50 സ്റ്റോക്സിന്റെ ആ ഒരു 50 കമ്പനികളുടെയും വളർച്ചയിൽ നമുക്ക് കൂടി ഒരു പാർട്ടാവാൻ പറ്റും. എന്നാൽ നമുക്ക് ഇൻഡിവിജ്വലി നമുക്കത് വാങ്ങാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നമ്മൾ ഇങ്ങനെ ഈ ഒരു നിഫ്റ്റി 50-നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ETF-ൽ നമ്മൾ പൈസ ഇടുന്നതോടുകൂടി നമുക്ക് ആ 50 കമ്പനികളുടെയും വളർച്ചയിൽ, അല്ലെങ്കിൽ ആ നിഫ്റ്റിയുടെ ഇൻഡെക്സിന്റെ വളർച്ചക്കനുസരിച്ച് നമുക്കും
ഈ ഒരു ഇതിൽ ഇടപെടാൻ പറ്റും. ഇതാണ് ഈ ഒരു എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിൽ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഒരു കാര്യം. എന്നാൽ ഞാൻ പറഞ്ഞു എത്തിക്കൽ ഫണ്ട് എന്ന നിലക്ക് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത്, ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിപ്പോൺ ഇന്ത്യ ശരിയ ETF എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ആ ETF എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലെ ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും ഒക്കെ ശരിയ കംപ്ലൈന്റ് ആയ സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ ചില ഇൻഡെക്സുകൾ ഉണ്ട്. ഇപ്പം നിഫ്റ്റി, എനിക്ക് തോന്നുന്നത് നിഫ്റ്റി 50 ശരിയാണോ, അത് നിഫ്റ്റി ശരിയ 50 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഇൻഡെക്സുകൾ ഉണ്ട്. അപ്പൊ ആ ഇൻഡെക്സിൽ എന്താണ് ഉണ്ടാകുക, ശരിയാ കംപ്ലൈന്റ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഉണ്ടാകുക. അപ്പൊ അത് ആ സ്റ്റോക്കുകളെ തിരഞ്ഞെടുക്കുന്നത് അത്തരം ഇൻഡെക്സുകൾ ഉണ്ടാക്കുന്ന പണിയുണ്ടാവുക അതേപോലെ ടാസിസ് പോലത്തെ ഡെക്കോ അഡ്വൈസറി ബോർഡ് പോലത്തെ ചില ഏജൻസികൾക്കാണ്. അപ്പൊ ആ ആളുകള്, ആ ഏജൻസികള് ഇപ്പം ഇവര് ഈ നിപ്പോൺ ഇന്ത്യ ആശ്രയിക്കണ ഒരു ഇൻഡെക്സിനെ, ആ ഇൻഡെക്സിനെ സ്ക്രീൻ ചെയ്യുന്ന ബോർഡ് ടെക്കോ അഡ്വൈസറി ബോർഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അവര് തന്നെ, ഈ ടെക്കോ അഡ്വൈസറി ബോർഡ് തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ ഒരു ഇൻഡെക്സ് കൃത്യമായിട്ട് അവലോകനം ചെയ്ത് ചില കമ്പനികൾ ശരിയാ കംപ്ലൈന്റ് അല്ലാതെ വരുമ്പോ ആ ഇൻഡെക്സ് ഒഴിവാക്കാറുണ്ട്, പുതിയത് ആഡ് ചെയ്യാറുണ്ട്. എന്നാൽ ഈ ഒരു നിപ്പോൺ ഇന്ത്യ ശരിയ ETF അവർ ഈ ഇൻഡെക്സിൽ നിന്ന് ചില ശരിയാ കംപ്ലൈന്റ് അല്ലാത്ത സ്റ്റോക്സിനെ ഒഴിവാക്കുന്ന സമയത്ത് ഇവർ ശ്രദ്ധിക്കുന്നില്ല, ഇവരത് കൃത്യമായിട്ട് അത് ഒഴിവാക്കുന്നില്ല. ഇവരത് അതിലപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ശരിയാ കംപ്ലൈന്റ് അല്ലാത്ത സമയത്തും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അത് ശരിയാ കംപ്ലൈന്റ് ആണെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളത് ടെക്കോ അഡ്വൈസറി ബോർഡ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിപ്പോൺ ഇന്ത്യ ശരിയ ETF നമുക്കൊരു കൃത്യമായിട്ട് അവലംബിക്കാൻ പറ്റാതിരിക്കുക. ഇനി നമുക്ക് ഇപ്പോ ഞാൻ ഈ ഒരു 3 എത്തിക്കൽ ഫണ്ടുകൾ പറഞ്ഞു. ഇനി നമുക്ക് ഇന്ത്യയിൽ എങ്ങനെയൊക്കെ ഇതിനെ കുറിച്ച് കൂടുതൽ, അതായത് ഇപ്പൊ ഇവിടെ ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞ ഒന്നാണ് മുസഫ എന്നുള്ളത്. മുസഫ എന്നുള്ളതിൽ കൃത്യമായിട്ട് അവരുടെ ഒരു സ്ക്രീനിങ് മെത്തേഡ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഡയോഫിന്റെ സ്ക്രീനിങ് പിന്തുടരുന്ന ആൾക്കാർ തന്നെയാണ് ഇവര്. അപ്പൊ ഇവർക്ക് ഇതേപോലെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ ഇവർ കൃത്യമായിട്ട് ഓരോന്നിന്റെ കൃത്യമായിട്ട് അവരുടെ ക്വാളിറ്റേറ്റീവ് റേഷ്യോവും അതേപോലെ തന്നെ ഈ ഫിനാൻഷ്യൽ റേഷ്യോ ഒക്കെ പരിഗണിച്ചിട്ട് ഒരു ഷെയർ ഹലാലാണോ ഹറാമാണോ എന്നുള്ളത് ഇവർ പറയും. ഇപ്പം ഇതിൽ നിങ്ങൾ നോക്കി മനസ്സിലാവും. റിലയൻസ് ഇൻഡസ്ട്രികൾ ഡൗട്ട്ഫുൾ എന്നിട്ടുണ്ട്, HDFC നോട്ട് ഹലാൽ എന്നിട്ടുണ്ട്, ഭാരതി എയർടെൽ ഹലാൽ എന്നിട്ടുണ്ട്, ഹലാൽ റേറ്റിംഗ് C- എന്നുണ്ട്. ഇവരുടെ ഹലാൽ റേറ്റിംഗ് ഭയങ്കര രസമാണ്. ഹലാൽ റേറ്റിംഗ് എങ്ങനെ വെച്ചാൽ നമുക്ക് ഇതെടുത്ത് നോക്കി മനസ്സിലാവും. ഞാനിത് ഭാരതി എയർടെൽ എടുത്ത് കാണിച്ചു തരാം. ഭാരതി എയർടെൽ കാണിച്ചാൽ ഹലാല് C-. ഇവിടെ ശരിയാ കംപ്ലൈൻസ് റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ എന്തുകൊണ്ടാണ് അത് C- വരാൻ കാരണം നമുക്ക് മനസ്സിലാവും. ഇവിടെ 97% ഹലാലാണ് എന്ന് പറഞ്ഞാൽ ബാക്കി ഒരു 2.84% ഇംപെർമിസിബിൾ അല്ലാത്ത റവന്യൂ വരുന്നുണ്ട്. അപ്പൊ അത് വലിയ പ്രശ്നമല്ല, കാരണം 5 ആണല്ലോ പറഞ്ഞിട്ടുള്ളത്. 5 ഒരു 2 പോയിന്റ് സംതിങ് വരുന്നുള്ളൂ. എന്നാൽ ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റി നമ്മൾ ഒരു 30% വരെയൊക്കെ ആയാൽ ശരിയാ കംപ്ലൈന്റ്. ഇവിടെ 3.22 ഉള്ളൂ. അപ്പൊ അതും 3.22 ഉള്ളൂ, അപ്പോഴും പ്രശ്നമല്ല. എന്നാൽ ഇവിടെ ഇൻട്രസ്റ്റ് ബിയറിംഗ് ഡെപ്റ്റ് കണ്ടോ, ഇൻട്രസ്റ്റ് ബിയറിംഗ് ഡെപ്റ്റ് എന്നുള്ളത് 30% വരെ ആവാന്ന് പറഞ്ഞു. പക്ഷെ അത് 27.93% വരെ ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പൊ അത് ഈ ഒരു ഇത് കുറച്ച് ഇവിടെ അടുത്താണല്ലോ, കുറച്ചുകൂടി കഴിഞ്ഞാൽ അതിനോട് ശരിയാ കംപ്ലൈന്റ് ആവും. അപ്പൊ അങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ C-. ഇവർക്ക് A മുതൽ A+, അതേപോലെ തന്നെ അങ്ങനെ A+ മുതൽ C- വരെയാണുള്ളത്. ചില സ്റ്റോക്കുകളിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ തന്നെ നമ്മള് അവിടെ കുറെ ഇതില്ല, ഹിന്ദുസ്ഥാൻ യൂണിലിവർ A എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. മാരുതി സുസുക്കി C- ആണ്. അങ്ങനെ കുറച്ച് ഭയങ്കര സെറ്റപ്പായിട്ട് തന്നെ ചെയ്യുന്ന ഒരു ടീമാണ് ഇവര്. അതേപോലെ തന്നെ ഇപ്പൊ ഇവരുടെ ഒക്കെ ഫിനാൻഷ്യൽ റേഷ്യോ സ്ക്രീനിങ്ങുകൾ നമ്മൾ നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനസ്സിലാവും. അതേപോലെ തന്നെ ഇസ്ലാമിക് സ്റ്റോക്ക് എന്നുള്ളതുണ്ട്. ഇവരുടെ ഈ ഒരു സൈറ്റില് അത്ര, ഇവരുടെ ആപ്പാണ് ഒന്നുകൂടി ഉഷാറ്. അപ്പൊ അത് വേണമെങ്കിൽ ഞാൻ കഴിഞ്ഞിട്ട് കുറച്ച് കാണിക്കാം, ഫോണിൽ കാണിക്കാം. പിന്നെ അതേപോലെ തന്നെ ഇസ്ലാമിക്ലി എന്ന് പറഞ്ഞ ഒരു ടീമുണ്ട്. ഇവരൊക്കെ ഇന്ത്യയിലുള്ള സ്റ്റോക്കുകളെ കുറിച്ച് ഇതേപോലെ സ്ക്രീനിങ് ചെയ്തിട്ട് എത്രത്തോളം ഏതൊക്കെ സ്റ്റോക്കുകളാണ്
പറ്റുമെന്നുള്ളതും അതേപോലെ തന്നെ ഏതൊക്കെയാണ് പറ്റാത്തതെന്നുള്ളതും പിന്നെ ഇതിൽ എനിക്ക് തോന്നുന്നത് ഇതിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഇത് കിട്ടൂല. അപ്പം ഇത്തരം കുറെ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് എന്ത് മനസ്സിലാകും, ഇങ്ങനെ നമ്മൾ ഇത്ര ഈ പറഞ്ഞ ഈ ശരിയായ സ്ക്രീനിങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ബേസ് ചെയ്ത് നമുക്ക് ഒരാൾക്ക് ഇത്തരം ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം പ്ലാറ്റ്ഫോമുകളൊക്കെ ആശ്രയിക്കാം. മുസഫ എന്നുള്ളത്, അതേപോലെ ഇസ്ലാമിക് സ്റ്റോക്ക് എന്നുള്ളത്, ഇസ്ലാമിക്കലി എന്നുള്ളത് ഒക്കെയാണ് നിലവിൽ ഇതുവരെ പറഞ്ഞതെന്ന് പറയാനുള്ളത്. പിന്നെ ഇപ്പോ ഒന്നുകൂടി ഒരാൾക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ അതേപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഇതിലൊക്കെ മുസഫയിലാണെന്നുണ്ടെങ്കിലും ഇസ്ലാമിക് സ്റ്റോക്ക് എന്നുള്ള ആപ്പിലാണെന്നെങ്കിലും ഇസ്ലാമിക് സ്റ്റോക്കിലൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം കണ്ടത്, നമുക്കൊരു തെക്കുവ സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഒരു തെക്കുവ ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇംപെർമിസിബിൾ റവന്യൂ എന്നുള്ളത് 5 വരെ ആവാന്ന് പറയുന്നത്. അത് മാക്സിമം 5 എന്നുള്ളത് 0 മുതൽ 5 വരെ എന്ന ഏത് ലെവലിലും നമുക്ക് സെറ്റ് ചെയ്യാം. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് സ്റ്റോക്കുകൾ ലിസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഈ ഇപ്പൊ പലിശ ഉള്ളത്, അതുപോലെ ഇല്ലിക്വിഡ് അസറ്റ്സ് ടു മൊത്തം അസറ്റ്സ് അങ്ങനെ 100% ആക്കാം. അതേപോലെ അങ്ങനെ ഒരു ഭയങ്കര രസമുള്ള കുറെ പരിപാടികൾ ഇതിലുണ്ട്. അതേപോലെ തന്നെ മുസഫ എന്നുള്ളതിൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കാണാം ആൾ കംപ്ലയൻസ് ഫിനാൻഷ്യൽ സ്ക്രീൻ എന്ന് പറയുന്ന 3 ഓപ്ഷൻ കാണാം. അപ്പൊ അതില് കംപ്ലയൻസിനടുത്ത് ശരിയായ കംപ്ലയൻസ്, ഹലാൽ, ഡൗട്ട്ഫുൾ, നോട്ട് ഹലാൽ എന്നുള്ളത്, അതേപോലെ ഹലാൽ റേറ്റിംഗ് നമുക്ക് കൊടുക്കാം. പിന്നെ ഫിനാൻഷ്യൽ സ്ക്രീനിങ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഹലാൽ റവന്യൂ, നോട്ട് ഹലാൽ റവന്യൂ, ഡൗട്ട്ഫുൾ റവന്യൂ, ഇൻട്രസ്റ്റ് ബെയറിംഗ് അസറ്റ്സ് എന്നുള്ളത്, അങ്ങനെ കുറെ നമുക്ക് സ്ക്രീനിങ് കുറെ ഫിൽട്ടർ ചെയ്താലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. മാക്സിമം ഹലാലായി തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനത്തെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിലൊക്കെ നമ്മൾ ഈ ആളുകളെ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പോ ഇതിൽ ഓരോ സ്റ്റോക്സും ഓരോ ഇതും ഒരു ലേമാനായ ആൾക്ക്, ഒരു നോർമലി സാധാരണക്കാരനായ ആൾക്ക് ഓരോ ഇതിന്റെ ഫുൾ ഫിനാൻഷ്യൽ കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാനൊന്നും പറ്റൂല. അപ്പൊ ഇത്തരം കമ്പനികളെ കുറിച്ച്, ഇത്തരം മുസഫ അല്ലെങ്കിൽ ഇത്തരം ഇസ്ലാമിക്കലി പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക. ഇസ്ലാമിക്കലി എന്നുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ കൃത്യമായിട്ട് അവര് കുറെ വെബിനാറുകൾ ചെയ്തിട്ടുണ്ട് ഇത്തരം വിഷയങ്ങളിൽ. അതൊക്കെ ഒരു 5-6 കൊല്ലം മുമ്പേ അവർ ചെയ്ത കാര്യങ്ങളുണ്ട്, വെബിനാറുകൾ. നമ്മളിപ്പം പഠിക്കുന്ന പല കാര്യങ്ങളും അല്ല അന്ന് വളരെ വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മള് കൂടുതൽ നമ്മള് ഒരാൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം പ്ലാറ്റ്ഫോമുകളെ കുറിച്ച് ആദ്യം പഠിക്കുക. ഇസ്ലാമിക്കലി ആണെന്നുണ്ടെങ്കിലും മുസഫ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ അതിനെ കുറിച്ച് പഠിക്കുക. അതിന്റെ ആരൊക്കെയാണ് അതിൽ വർക്ക് ചെയ്യേണ്ടത്, അതിന്റെ ഒരു ബോഡി ആരൊക്കെയാണ് എന്നെല്ലാം കൂടുതൽ പഠിച്ചിട്ട് നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഇപ്പോ കുറെ ആളുകൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പോ നമ്മൾ ഷാഫി മദ്ഹബ് അല്ലേ, അപ്പൊ നമ്മള് ഇപ്പൊ ഓരോ ഇതിലും ഇപ്പൊ ഏത് മദ്ഹബ് അനുസരിച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യാന്നൊക്കെ. അപ്പൊ ഇതില് അത്ര ഒരു വലിയ വിഷയം വരുന്നില്ല മദ്ഹബ് എന്നുള്ള നിലയ്ക്ക്. കാരണം നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ഫിനാൻഷ്യൽ റേഷ്യോ കാര്യങ്ങളൊക്കെ എല്ലാ മദ്ഹബിലും ഒരു പുതിയ കാര്യമാണ്. അങ്ങനെ ഏതെങ്കിലും ഇപ്പൊ ഇൻട്രസ്റ്റ് പറ്റുന്ന എന്തായാലും ഇസ്ലാമിൽ പാടില്ല. കാരണം 100% ഇൻട്രസ്റ്റ് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ ആവശ്യം. അതൊരിക്കലും നമ്മള് പ്രോത്സാഹിപ്പിക്കണമില്ല, അനുവദിക്കണമില്ല. പിന്നെ എല്ലാവരും ഇത്തരം ഇൻവെസ്റ്റുകൾ ചെയ്ത് എല്ലാവരും ഒരു ഇൻട്രസ്റ്റിന്റെ പാർട്ട് ആവണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇത്തരം ഒരു ഇതില് നമ്മൾ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ഇത്തരം എൻഗേജ്മെന്റുകൾ, ഇത്തരം ഇന്ററാക്ഷനുകളിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പങ്കെടുക്കാം. അപ്പോൾ ഈ ഒരു ഫൈനാൻഷ്യൽ റേഷ്യോകളോ കാര്യങ്ങളൊന്നും മദ്ഹബുകളെ കാര്യത്തിൽ വ്യത്യാസപ്പെടാൻ പോകുന്നില്ല. എല്ലാ മദ്ഹബുകളിലും അതിന് ഒരു നോർമലി അതേപോലെ തന്നെയാണ് ആ ബാക്കി വിഷയങ്ങൾ. ഇപ്പൊ ഫിനാൻഷ്യൽ ഈ സ്ക്രീനിങ്ങിന്റെ വിഷയത്തിലൊക്കെ എല്ലാ മദ്ഹബുകളിലും ഒരേപോലെ തന്നെയാണ് ഉണ്ടാകുക. പിന്നെ ഇനി ഇപ്പൊ ഇതിൽ ഇസ്ലാമിക്കിൽ എന്നുള്ളതിൽ ഒരു ഗോൾഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതൊന്നുകൂടി ഒരു നല്ല ഓപ്ഷൻ ആയിട്ട് എനിക്ക് ബേസിക്കലി എനിക്ക് തോന്നി. കാരണം ഇപ്പൊ ഇവര് പറയുന്ന അനുസരിച്ച് നോർമലി നമ്മൾ ഡിജിറ്റൽ ഗോൾഡിന്റെ ഒരു പ്രശ്നം, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ തന്നെയാണ് ഗോൾഡ് എന്നുള്ളത്. ഫിസിക്കൽ ഗോൾഡ്, ഡിജിറ്റൽ ഗോൾഡ് പോലത്തെ പല കാര്യങ്ങളും ഉണ്ടാകും. അപ്പൊ അതില് ഡിജിറ്റൽ ഗോൾഡിന് നമ്മൾ നോർമലി മുസ്ലിം സ്കോളേഴ്സ് പറയുന്ന പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മളൊരു പൈസക്ക് ഒരു ഗോൾഡ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഡിജിറ്റൽ ഗോൾഡ് ഇഷ്യൂ ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും ഗോൾഡ് അവർ പർച്ചേസ് ചെയ്യണമെന്നില്ല. ഒരു കൃത്യമായ ഒരു കബളവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളത് തന്നെ അത് ശരിയല്ല എന്നുള്ളതാണ് നോർമലി പറയാറുള്ളത്. എന്നാൽ ഇവിടെ ഇപ്പൊ ഇസ്ലാമിക്കിലേക്ക് അവര് അവകാശപ്പെടുന്ന പ്രകാരം അവര് നമ്മളൊരു ഗോൾഡ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു
മിനിമം എമൗണ്ട് ഉണ്ടാവും. ആ മിനിമം എമൗണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവർ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു സ്വർണം അവർ വാങ്ങിയിട്ട് അവർ വോൾട്ടിൽ പ്രത്യേക ഒരു വോൾട്ട് പറഞ്ഞു. ആ വോൾട്ടിൽ അവർ സേഫ് ആയിട്ട് സൂക്ഷിച്ചു വെക്കും. ആ സൂക്ഷിച്ചു വെക്കണ ആ സൂക്ഷിച്ചു വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഡെലിവറി ചെയ്യാം. ഡെലിവറി ഓപ്ഷൻ കൊടുത്താൽ ഡെലിവറി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് പറയുന്നു. പിന്നെ അപ്പൊ ഈ ഒരു ഗോൾഡിൽ ഇത് കൃത്യമായിട്ടാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കൊരു ഡൗട്ട് ഇതിൽ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്വർണം ഇവർ പറഞ്ഞ പ്രകാരം നമ്മൾ ഒരു പൈസ കൊടുത്ത് സ്വർണം വാങ്ങി ഇവരത് വോൾട്ടിൽ സൂക്ഷിച്ചു വെച്ചു. നമ്മൾ പറയണത് നമുക്കത് ഡെലിവറി കിട്ടണം. ആ ഡെലിവറി കിട്ടണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വാങ്ങിയ സാധനം തന്നെയാണോ അവര് ഒരു വോൾട്ടിൽ സൂക്ഷിച്ചു എന്ന് പറഞ്ഞല്ലോ, ആ സൂക്ഷിച്ച സാധനം തന്നെയാണോ അവര് ഇങ്ങോട്ട് ഡെലിവറി ചെയ്യുന്നത്, അതോ വേറെ സ്വർണം ഉണ്ടാക്കിയിട്ട് അയക്കണോ, എങ്ങനെയൊക്കെ അങ്ങനത്തെ കുറച്ച് ചില ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് നോർമലി ഡെലിവറി എടുക്കാതുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ വാങ്ങുന്നു, ഓല് പറയുന്ന പ്രകാരം നമ്മൾ സ്വർണത്തിന് പൈസ കൊടുക്കുന്നു, അവരത് വോൾട്ടിൽ സൂക്ഷിക്കുന്നു. കുറച്ച് സമയം സ്വർണത്തിന് പൈസ കൂടി നമുക്ക് അത് വിൽക്കാന്നുള്ളത് നമ്മൾ വിൽക്കാൻ ആവശ്യം കൊടുത്താലോ പോലെ ആണത്. അപ്പൊ ഇത്തരം കുറെ ഓപ്ഷൻസ് ഉണ്ടാവും സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ട്. അതൊക്കെ കുറച്ചുകൂടി നമ്മൾ ഇത് നോക്കണം. നമ്മള് കുറച്ചും കൂടി ഹലാലായ ഒരു മാർഗത്തിൽ ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ടാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ ഇസ്ലാമിക്കിനെ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മുസഫിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല ഇതൊന്നും. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ വാച്ച് ചെയ്ത സമയത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ചില പ്ലാറ്റ്ഫോമുകൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്തെന്നുള്ളൂ. എല്ലാ പ്ലാറ്റ്ഫോമുകളും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതില് ഇനി ഇത്രയൊക്കെയാണ് ഇപ്പം നിലവിൽ പറയാനുള്ളത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും, ഇൻഷാ അല്ലാഹ് നമുക്ക് അറിയണ പറയാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ പ്രസന്റേഷൻ ആയിരുന്നു. നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇനി ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ ഒരു എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ETF എന്ന് പറഞ്ഞാണ്. അപ്പൊ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ പൊതുവെ മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ ചർച്ച ചെയ്തപ്പോ ഈ ടോറസ് എത്തിക്കൽ ഫണ്ട്, ടാറ്റ എത്തിക്കൽ ഫണ്ട്, അതേപോലെ തന്നെ ഫോണ്ട് എത്തിക്കൽ ഫണ്ടൊക്കെ ഇക്വിറ്റി ബേസ് ആയിട്ടുള്ള അഥവാ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളാണുള്ളത്. അതല്ലാത്ത വേറെയും കുറെ മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. മ്യൂച്വൽ ഫണ്ട് ഒരു പരന്ന ഏരിയ തന്നെയാണ്, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്തിട്ടില്ല. അതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ റിസർച്ച് ചെയ്യാവുന്നതാണ്, റെഫർ ചെയ്യാവുന്നതാണ്. അപ്പൊ അതിൽ പെട്ടാണ് ഇപ്പൊ ETF, അതേപോലെ തന്നെ പലതരം ETF ഉണ്ട്. നമ്മൾ നേരത്തെ ഒരു ഇൻഡെക്സിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഗോൾഡ് ETF, സിൽവർ ETF ഒക്കെ. അപ്പൊ ഞാനത് മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ ഗോൾഡ് ETF അതേപോലെ തന്നെ സിൽവർ ETF നമ്മള് നോർമൽ ഒരു ഇക്വിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മള് ആ ഒരു ഇക്വിറ്റിയാണ് നമ്മളവിടെ ഓൺ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതോടുകൂടി ആ ഒരു സ്റ്റോക്ക്, ഇപ്പൊ ഒരു കുറെ കമ്പനികളുടെ സ്റ്റോക്ക് നമ്മൾ ഓൺ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ETF ഗോൾഡ് ETF, സിൽവർ ETF നമ്മൾ അത്തരം അവിടെ ആ ഒരു ETF കുറിച്ച് എനിക്ക് ഒന്നുകൂടി കൂടുതൽ പഠിച്ചാലേ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയുന്നു. അതിൽ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കാം. നമ്മള് അവിടെ നമ്മൾ ചില യൂണിറ്റുകൾ വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു ഒറിജിനൽ ഗോൾഡ് അല്ല വാങ്ങുന്നത്, ആക്ച്വൽ ഗോൾഡ് ബാഗ്സോ ഒന്നുമല്ല വാങ്ങുന്നത്. ആ ഒരു യൂണിറ്റ് നമ്മൾ വാങ്ങുന്ന സമയത്ത് എന്താണ് അവിടെ നമുക്ക് കിട്ടുന്നത് എന്നുള്ളതിൽ ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഗോൾഡ് ETF എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള ഒന്നുകൂടി നോക്കിയാലേ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗോൾഡെന്നോ അത്തരത്തിലുള്ള ഒരു ഐഡന്റിഫൈബിൾ ആയിട്ടുള്ള സാധനം നമ്മൾ എന്താക്കുന്നില്ല, നമ്മൾ ഓൺ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ നോർമലി നമുക്കറിയാം ഗോൾഡ് എന്നുള്ളത് ഒരു റിബവി ആയിട്ടുള്ള സാധനമാണ്. റിബവി ആയിട്ടുള്ള സാധനത്തിന് റൊക്കമായിട്ട് ഹാൻഡ് ടു ഹാൻഡ് ആയിട്ട് നമ്മൾ കൈമാറണം എന്നുള്ളതാണ്. കൈമാറുന്ന സമയത്ത് അങ്ങനെ പക്ഷെ അത് വിഷയം വരില്ല. ഓക്കെ, അത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളതിൽ മനസ്സിലാക്കാത്തോടത്തുള്ള ഒരു പ്രശ്നം ഇതിനുണ്ട്. അതേപോലെ തന്നെ ETF നമുക്കറിയാം, ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ നമുക്ക് അതിന്റെ ഒരു ഫിസിക്കൽ
ഫിസിക്കൽ ആയിട്ടുള്ള ഒരു സംഗതി അല്ലെങ്കിൽ ഐഡന്റിഫൈബിൾ ആയിട്ടുള്ള സാധനം നമ്മൾ ആകത്തോടെ നമുക്കത് ഫിസിക്കലി റിഡംഷൻ ചെയ്യാം. നമുക്ക് തിരിച്ച് ഇപ്പൊ ഞാൻ നേരത്തെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു ഡെലിവറി ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ അത്തരം കുറച്ച് കാര്യങ്ങളാണുള്ളത്. അപ്പൊ അതിൽ ഇ ടി എഫ് എന്നുള്ളത് ഗോൾഡ് ഇ ടി എഫിൽ അല്ലെങ്കിൽ സിൽവർ ഇ ടി എഫിൽ ഒന്നുകൂടി ഒന്നും അതിന്റെ വർക്കിംഗ് തന്നെ നോക്കിയിട്ട് ഞാൻ കൃത്യമായിട്ട് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ പിന്നെന്താ ചോദിച്ചാൽ ഇൻട്രാഡേ അല്ലേ, ഒരു മിനിറ്റ് നോക്കട്ടെ. ഇൻട്രാഡേ അല്ലേ, ഇൻട്രാഡേന്റെ വിഷയം വരുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ ഇൻട്രാഡേയില് നോർമലി 2 ഓപ്ഷൻസ് ഉണ്ട്. ഷോർട്ട് സെല്ലിംഗ് ഉണ്ടാവും, നമ്മൾ വാങ്ങുന്നതും ഉണ്ടാവും. വാങ്ങുന്ന സമയത്ത് നമ്മൾ നോർമലി അവിടെ ഒരു ഇത് വെച്ചിട്ടാണ് വാങ്ങുക, ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് വാങ്ങുക. ആ ദിവസം തന്നെ വാങ്ങിയിട്ട് ആ ദിവസം തന്നെ വിൽക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് ആ ദിവസം അത് വിൽക്കാൻ കഴിയാതെ വന്നാല് നമ്മൾ വിചാരിച്ച പ്രൈസിലേക്കോ ഇതിലേക്കോ വരാത്ത സമയത്ത് അവിടെ ആ ഒരു ബ്രോക്കർ തന്നെ അത് ഔട്ട് ഓഫ് സ്കോർ അല്ലെങ്കിൽ അവർ തന്നെ അത് വിൽക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ശരിക്കും നമുക്ക് അവിടെ ഒരു ഈ ഇൻട്രാഡേന്റെ വിഷയത്തിൽ വരുന്നത് വെച്ചാൽ ഒരു സംഗതി വിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു ഫുൾ മിൽക്കിയത്ത് നമ്മുടെ അടുത്ത് വേണം. ഇവിടെ ഒരു ഫുൾ മിൽക്കിയത്ത് നമ്മുടെ അടുത്ത് അല്ലാത്തതുകൊണ്ടാണ് അത് ഒരു ഇപ്പൊ 3:20 ആകുമ്പോഴത്തേന് അത് ഓട്ടോ സ്ക്വയർ ആയി പോണത്. അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നോണ്ട് തന്നെ നോർമലി ഇൻട്രാഡേ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഇൻട്രാഡേയില് ചില ഒരു ക്യാഷ് ആൻഡ് ക്യാരി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു, അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പൊ അതില് ക്യാഷ് ആൻഡ് ക്യാരിയിൽ സംഭവിക്കുന്നത് നമ്മൾ നോർമലി സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഡെലിവറി എന്നുള്ള ഓപ്ഷൻ കാണിച്ചല്ലോ, ആ ഓപ്ഷനിൽ നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങുന്നു. ആ സ്റ്റോക്ക് ഒന്ന് വാങ്ങിയിട്ട് ആ ദിവസം വാങ്ങിയിട്ട് ആ ദിവസം തന്നെ വെക്കുന്നു. അങ്ങനെ ഉള്ളത് പെർമിസിബിൾ ആണെന്നും പെർമിസിബിൾ അല്ല എന്നുള്ളത് ചർച്ച കണ്ടിട്ടുണ്ട്. അത് പെർമിസിബിൾ ആണ് എന്ന് പെർമിസിബിൾ അല്ല എന്നുള്ള ചർച്ച വരാൻ കാരണം ഇപ്പോ നോർമലി നമ്മൾ സ്റ്റോക്ക് വാങ്ങുന്ന സമയത്ത് അത് നമ്മളെ ഡിമാറ്റ് അക്കൗണ്ടിലാണ് സ്റ്റോർ ചെയ്ത് വെക്കാന്ന് പറഞ്ഞു. ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഒരു പണ്ട് കുറച്ചു കാലം വരെ T+2 സെറ്റിൽമെന്റ് എന്ന് പറയും. അതായത് നമ്മൾ ട്രേഡിങ് നടത്തിയ ഡേറ്റ് പ്ലസ് 2 ഡേയ്സ്, ആ 2 ഡേയ്സിന്റെ ഉള്ളിലായിട്ടാണ് ഇത് നമ്മളെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരിക. എന്നാൽ ഇപ്പൊ അത് T+1 ആയിട്ടുണ്ട് ഈ അടുത്ത് കുറച്ച് കാലമായിട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ട്രേഡിങ് നടത്തി അന്ന് തന്നെ വരില്ല, ശേഷമുള്ള ഒരു ദിവസത്തിന്റെ ഉള്ളിലായിട്ടാണ് അത് വരിക. അപ്പൊ നമ്മൾ ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ ആ ദിവസം തന്നെ വാങ്ങിയിട്ട് ആ ദിവസം തന്നെ വെക്കുമ്പോൾ അങ്ങനെ നമ്മുടെ ഒരു പൊസിഷനിലേക്ക് വരാത്തതുകൊണ്ട് തന്നെ അത് അല്ല എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. പിന്നെ നമുക്ക് അതിന്റെ ഒരു ഇൻവോയ്സ് പോലെ അതിന്റെ ഒരു സർട്ടിഫിക്കറ്റെന്നോ അല്ലെങ്കിൽ എന്താണ് പറയാ അതിന്റെ ഒരു റെസീറ്റ് പോലത്തെ കാര്യം കിട്ടുന്നതുകൊണ്ട് തന്നെ അത് നമ്മളെ കയ്യിൽ എത്തുന്നതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ നമുക്ക് അത് അന്ന് തന്നെ വെക്കാന്നുള്ളത് കൊണ്ട് അത് ഹലാലാണെന്ന് പറഞ്ഞ ടീമുണ്ട്. അത് പറഞ്ഞ പോലെ തന്നെ നോർമലി നമ്മുടെ ഇൻട്രാഡേ ഞാൻ ആദ്യം പറഞ്ഞ ടീം അതിന്റെ ഒരു ടേം ഉണ്ട്, എന്തായിരുന്നു MIS എന്നുള്ള, ഞാൻ പറഞ്ഞ ഈ ഒരു ഓട്ടോ MEAS അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും ഉദ്ദേശിക്കുന്നത് ഇപ്പൊ 9:15 മുതൽ 3:15 വരെയാണ് ഈ ഇൻട്രാഡേന്റെ സമയം ഉണ്ടാകുക. അപ്പൊ നമ്മൾ ഒരു ദിവസം രാവിലെ വാങ്ങിയിട്ട് 3:15 ഉള്ളിൽ തിരിച്ച് വിൽക്കണം. അങ്ങനെ വിറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ബ്രോക്കർ തന്നെ അത് വിൽക്കുന്നുള്ള ആ ഒരു കണ്ടീഷനിൽ വാങ്ങുന്നതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായിട്ടുള്ള മിൽക്കിയത്ത് ഇല്ല എന്നുള്ള ഒരു ഇതാണ് അവിടെ മനസ്സിലാക്കിയിട്ടുള്ളത്.